മലയാള സിനിമയിൽ വലിയ പ്രതീക്ഷയോടെ കടന്നു വന്ന് ഒന്നുമാകാതെ പോയ ഒരു നടിയുണ്ട്, അഞ്ജലി നായിഡു. മേള എന്ന ക്ലാസിക് ചിത്രത്തിലൂടെ KG ജോർജാണ് അഞ്ജലി നായിഡുവിനെ പരിചയപ്പെടുത്തിയത്. മേള എല്ലാം കൊണ്ടും ഒരു ക്ലാസിക് ചിത്രമായിരുന്നു. ശ്രീധരൻ ചമ്പാട് സർക്കസിലെ കഥകൾ എഴുതുന്ന സർക്കസ് കൂടാരത്തിലെ കഥകൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ശ്രീധരൻ ചമ്പാടിൻ്റെ ചെറുകഥയെ ആസ്പദമാക്കി KG ജോർജ് ഒരുക്കിയ ചിത്രമായിരുന്നു മേള. മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായി മാറാനുള്ള ചുവടുവെച്ച ചിത്രം. ആദ്യമായി മമ്മൂട്ടി പാടി അഭിനയിച്ച ചിത്രം. ഈ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മമ്മൂട്ടിക്ക് ശബ്ദം കൊടുത്തത് ശ്രീനിവാസനായിരുന്നു. മേള ശ്രദ്ധിക്കപ്പെട്ടു. മേളയിലെ നായികയായ അഞ്ജലി നായിഡു. അഞ്ജലി നായിഡുവിൻ്റെ സ്വദേശം ആന്ധ്രയിൽ നിന്ന് മലയാളത്തിലെത്തിയ അഞ്ജലി നായിഡുവിനെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അഞ്ജലി നായിഡുവിന് വഴിതെറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. മേള ഇറങ്ങുമ്പോൾ അഞ്ജലി നായിഡു മലയാളികളുടെ സംസാര വിഷയമായിരുന്നു. അത്യാവശ്യം ഉയരവും സൗന്ദര്യവും ഒക്കെയുള്ള ആന്ധ്രാക്കാരിയാണെങ്കിലും മലയാളിത്തമുള്ള നടി. അതായിരുന്നു അഞ്ജലി നായിഡു. മേളയ്ക്ക് ശേഷം ഈനാട്, ശ്രീമാൻ ശ്രീമതി, മൈലാഞ്ചി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അവർ അഭിനയിച്ചു. എന്നാൽ പിന്നീട് അവരുടെ വഴിതെറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. കയം എന്ന സെക്സ് ചിത്രത്തിൽ ശങ്കറും മീശ വിജയനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കയം ഒരു സെക്സ് ചിത്രമായിരുന്നു. ആ ചിത്രത്തിൽ അവർ നായികയായി. കയം വലിയ വിജയം നേടിയ ചിത്രമാണ്. രതി ദേവി, അക്കാലത്ത് സെക്സ് ചിത്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായ രതി ദേവിയുടെ നഗ്നതാ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം കൂടിയായിരുന്നു കയം. മീശ വിജയനായിരുന്നു കയത്തിലെ നായകൻ, ശങ്കർ ഉപനായകൻ. ജീവിതമേ നീലക്കയങ്ങൾ ജീവികൾ അറിയുന്നില്ല എന്ന പാട്ടൊക്കെയുള്ള, കായൽക്കരയിൽ തനിച്ചു വന്നത് കാണാൻ തുടങ്ങിയ പാട്ടൊക്കെയുള്ള ചിത്രം. കയം വിജയിച്ച ശേഷം അഞ്ജലി നായിഡുവിനെ തേടിയെത്തിയതൊക്കെ സെക്സ് ചിത്രങ്ങൾ. KS ഗോപാലകൃഷ്ണന്റെ വമ്പനിൽ അഞ്ജലി നായിഡു അഭിനയിച്ചു. ഈ ചിത്രങ്ങളിലൊക്കെ തിയേറ്ററിലെത്തിയപ്പോൾ അഞ്ജലി നായിഡുവിൻ്റെ രതിരംഗങ്ങൾ കണ്ടില്ല. എന്നാൽ ബിറ്റുകൾ ചേർത്ത്, അഞ്ജലി നായിഡുവിൻ്റെ നഗ്ന രംഗങ്ങളുടെ ബിറ്റുകൾ ചേർത്ത് ഈ ചിത്രങ്ങൾ വിദേശത്ത് പ്രദർശിപ്പിക്കപ്പെട്ടു. ഗൾഫിലുള്ളവർ അഞ്ജലി നായിഡുവിൻ്റെ ഉറ നഗ്ന സൗന്ദര്യം കണ്ട് ആസ്വദിച്ചു. അതുകൊണ്ടാണ് അഞ്ജലി നായിഡുവിന് നിലനിൽക്കാൻ പറ്റാതെ വന്നത്. നല്ല നടിയായിരുന്നു അവർ. അഭിനയത്തിൻ്റെ ഫോർമുലകൾ, രസതന്ത്ര ഫോർമുലകൾ അവർക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷെ അത് വേണ്ടുവിധം വിനിയോഗിക്കാനും അതിനെ വേണ്ടുവിധം അഭിനയത്തിൻ്റെ തിളക്കത്തിലേക്ക് കൊണ്ടുപോകാനോ അവർക്ക് കഴിഞ്ഞില്ല. അവർ പല നടികളിൽ ഒരാളായി മാറി. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട അഞ്ജലി നായിഡു തുണ്ടുരംഗങ്ങളിൽ അഭിനയിച്ചതിന് കാരണം, അന്ന് രതിരംഗങ്ങൾക്ക് പറയുന്നത് തുണ്ടുരംഗങ്ങൾ എന്നാണ്, കമ്പിരംഗങ്ങൾ എന്നൊക്കെയാണ്. തുണ്ടുരംഗങ്ങളിൽ അഭിനയിച്ചത് കാരണം ഔട്ടായി പോയി. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മലയാള സിനിമ ആകെ മാറി. മേനക അടക്കമുള്ള നടിമാർ മലയാളത്തിലേക്ക് കടന്നു വന്നു. മലയാള സിനിമ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നുപോയി. മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി മാറി. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും അഞ്ജലി നായിഡുവിനെ ശ്രദ്ധിക്കാതെ തങ്ങളുടേതായ പുതിയ പുതിയ ലാവണങ്ങൾ തേടിപ്പോയി. അഞ്ജലി നായിഡു പിന്നീട് ആന്ധ്രയിലേക്ക് മടങ്ങി. അതിനുശേഷം അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. തൻ്റെ ആദ്യ നായികയെക്കുറിച്ച് മമ്മൂട്ടി ഓർക്കുന്നുവോ എന്നൊരു കുസൃതി ചോദ്യം സിനിമാ കേരള ചോദിക്കുന്നു. ഓർക്കാറില്ല മമ്മൂട്ടി. കാരണം മമ്മൂട്ടി ഇപ്പോൾ മെഗാസ്റ്റാറാണ്. കോടികൾ വിലമതിക്കുന്ന ബിസിനസ് ചെയ്യുന്ന മെഗാസ്റ്റാർ. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം
മേള എന്ന ചിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് തന്നെയായിരുന്നു. ഒരു ബൈക്ക് റൈസറുടെ കഥ പറഞ്ഞ ചിത്രം, ഒരു കുള്ളന്റെയും ബൈക്ക് അഭ്യാസക്കാരൻ്റെയും കഥ പറഞ്ഞ ചിത്രം. എന്തായാലും അഞ്ജലി നായിഡു ഇപ്പോൾ ഏതോ തുരുത്തിൽ ഉണ്ട്. അഞ്ജലി നായിഡു ഒരു പക്ഷേ പശ്ചാത്തപിക്കുന്നുണ്ടാകാം കഴിഞ്ഞ കാലത്ത് ഇങ്ങനെയൊക്കെ ചില സിനിമകളിൽ അഭിനയിച്ചത്. എന്തായാലും അഞ്ജലി നായിഡുവിൻ്റേത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു എന്ന് പറയാതെ വയ്യ. ഒരു നല്ല നടിയുടെ ദുരന്തം.